നമസ്കാരം. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ബോംബെയുടെ ഇരുണ്ട ഭൂതകാലത്തിലേക്കാണ്. ഒരു കാലത്ത് ഒരു നഗരത്തെ തന്നെ നിയന്ത്രിച്ച അവിടുത്തെ അധോലോകത്തിന് അടിത്തറയിട്ട മൂന്നേ പേരുടെ കഥയാണിത്. നമുക്ക് തുടങ്ങാം, അല്ലേ? ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ അന്നത്തെ ബോംബെയുടെ ഒരു ചിത്രം മനസ്സിൽ വരുന്നുണ്ടല്ലേ. ഒരു വശത്ത് സിനിമയും ബിസിനസ്സുമൊക്കെയായി വലിയ സ്വപ്നങ്ങളുടെ ലോകം. പക്ഷേ അതിന് സമാന്തരമായി നിയമത്തിനൊരു വിലയുമില്ലാത്ത മറ്റൊരു ലോകം കൂടി വളരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊരു കാലം. അപ്പോ ഈ അധോലോക കഥയുടെയെല്ലാം തുടക്കം എവിടെ നിന്നായിരുന്നു? സംശയിക്കേണ്ട, ആ നഗരത്തിന്റെ ഹൃദയമായിരുന്ന എപ്പോഴും തിരക്കുള്ള ആ തുറമുഖത്തു നിന്ന് തന്നെ. അവിടെ നിയമങ്ങൾ വേറെയായിരുന്നു. നമുക്ക് ആ ഇരുണ്ട ഇടനാഴികളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കപ്പലുകൾ വരുന്നു, കണക്കില്ലാത്ത സാധനങ്ങൾ ഇറക്കുന്നു. ഇത് സാധാരണ ബിസിനസ്സിനുള്ള വഴി മാത്രമല്ല തുറന്നത്, ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ കണ്ണ് വെട്ടിച്ച് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴിയായിരുന്നു. നികുതി കൊടുക്കാതെ, കള്ളക്കടത്തിലൂടെ, കരിഞ്ചന്തയിലൂടെ, അങ്ങനെ പുതിയൊരു സാമ്രാജ്യം തന്നെ അവിടെ ഉണ്ടായി. അവിടെ നിങ്ങളുടെ നിയമം എന്താണെന്നോ? കയ്യൂക്ക്. ആർക്കാണോ ശക്തി അവനാണ് രാജാവ്. ഈ ലോകത്തെയാണ് പിന്നീട് ആളുകൾ ബോംബെ അണ്ടർവേൾഡ് എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ആരായിരുന്നു ഈ ലോകം ഭരിച്ചിരുന്നത്? ആരായിരുന്നു ഇതിന്റെയൊക്കെ തലപ്പത്തിരുന്നത്? പ്രധാനമായും 3 പേരായിരുന്നു ആ ശക്തികൾ. ശരി, അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിലെ ആദ്യത്തെ ആളെ പരിചയപ്പെടാം. ബോംബെയുടെ ഇരുണ്ട ലോകത്തിലെ ആദ്യത്തെ ഉരുക്കുമുഷ്ടി. പേര് കേട്ടാൽ തന്നെ എതിരാളികളുടെ മുട്ടുവിറയ്ക്കുന്ന കരീം ലാല. കരുത്ത്, അതായിരുന്നു അയാളുടെ മുഖമുദ്ര. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു പഠാനായിരുന്നു കരീം ലാല. അയാളുടെ പ്രധാന ആയുധം എന്താണെന്നോ? സ്വന്തം ശരീരം തന്നെ. ആ തടിമിടുക്കും കരുത്തും മാത്രം മതിയായിരുന്നു ആരെയും നിശബ്ദരാക്കാൻ. ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നതിലും കള്ളക്കടത്തിലുമൊക്കെ അയാൾ സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. ശരിക്കും പറഞ്ഞാൽ കരീം ലാല എന്ന പേര് തന്നെയായിരുന്നു ബോംബെയിലെ പലരുടെയും പേടിസ്വപ്നം. ഇനി രണ്ടാമത്തെയാൾ. ഇദ്ദേഹം പക്ഷേ കരീം ലാലയെപ്പോലെയായിരുന്നില്ല. കരുത്തിനു പകരം ബുദ്ധിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആയുധം. ഒരു കാര്യത്തെ എങ്ങനെ ചിട്ടയോടെ നടപ്പിലാക്കാം എന്നതിലായിരുന്നു മിടുക്ക്. വരദരാജ മുതലിയാർ പക്ഷേ എല്ലാവരും സ്നേഹത്തോടെയും അതിലേറെ ഭയത്തോടെയും വിളിച്ചിരുന്നത് വരദാഭായ് എന്നായിരുന്നു. വരദാഭായ് ഒരു മദ്രാസിക്കാരനായിരുന്നു. കുറ്റകൃത്യത്തെ ഒരു ബിസിനസ് പോലെ, ഒരു കമ്പനി നടത്തുന്നതുപോലെ കാണാൻ പഠിച്ച ആദ്യത്തെ ആളുകളിലൊരാൾ. കള്ളവാച്ചും കള്ളക്കടത്തും വെച്ച് വളരെ പെട്ടെന്ന് തന്നെ സെൻട്രൽ ബോംബെയിലെ ഒരു പക്ക ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് അയാൾ പടുത്തുയർത്തി. അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ശക്തി. ഇനി മൂന്നാമത്തെയാൾ, ഒരുപക്ഷെ ഈ കൂട്ടത്തിലെ ഏറ്റവും തന്ത്രശാലി, ഏറ്റവും പ്രശസ്തൻ. ബോംബെയുടെ അധോലോക ചരിത്രത്തിൽ ഈ പേരൊഴിവാക്കാൻ പറ്റില്ല. കരീം ലാലയുടെ കരുത്തും വരദാഭായുടെ സംഘാടന മികവും ബോംബെയെ വിറപ്പിച്ചെങ്കിലും അവരെയൊക്കെ കടത്തിവെട്ടി പത്രങ്ങളും മാസികകളും വരെ ആഘോഷിച്ച ഒരു പേരുണ്ടായിരുന്നു. അതെ, ഹാജി മസ്താൻ ഹൈദർ മിർസ. അക്കാലത്തെ മാധ്യമങ്ങൾ അയാൾക്കൊരു പേര് തന്നെ നൽകി, ബോംബെയുടെ ജെന്റിൽമാൻ ഡോൺ. എന്തുകൊണ്ടെന്നറിയാമോ? ആള് അധോലോകത്താണെങ്കിലും പുറം ലോകത്തൊരു വ്യവസായിയുടെയും സാമൂഹ്യ പ്രവർത്തകന്റെയുമൊക്കെ മാന്യമായൊരു മുഖം അയാളെപ്പോഴും സൂക്ഷിച്ചു. അതയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി, ഒരു ഇതിഹാസമാക്കി മാറ്റി. അപ്പൊ കണ്ടില്ലേ, 1 കരുത്ത്, 2 ബുദ്ധി, 3 പ്രതിച്ഛായ. ഈ 3 തൂണുകളിലാണ് അവരുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. ഇവർ വെറും 3 വ്യക്തികളായിരുന്നില്ല, ഒരു കാലഘട്ടത്തെ മുഴുവൻ നിർവചിച്ച ബോംബെയുടെ ത്രിമൂർത്തികളായിരുന്നു. ഇവരുടെ പ്രവർത്തന രീതികൾ നോക്കൂ, എത്ര വ്യത്യസ്തമാണെന്ന്. കരീം ലാല പൂർണ്ണമായും കായിക ബലത്തിൽ വിശ്വസിച്ചു. വരദാഭായി ആകട്ടെ കുറ്റകൃത്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ സംഘടിപ്പിച്ചു. എന്നാൽ ഹാജി മസ്താന്റെ കളി വേറെ ലെവലായിരുന്നു. കള്ളക്കടത്തും കൂടെ നല്ലൊരു പബ്ലിക് ഇമേജും, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി. വഴികൾ പലതായിരുന്നു, പക്ഷേ ലക്ഷ്യമൊന്നു മാത്രം: ബോംബെയുടെ നിയന്ത്രണം. തുറമുഖത്തെ ചെളിനിറഞ്ഞ ചേരികളിൽ നിന്നും സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമാണ് അവർ വന്നത്. എന്നിട്ടും അവർ വളർന്നു. ഒരു മഹാനഗരത്തിന്റെ അധോലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് അവരെത്തി. ബോംബെ അണ്ടർവേൾഡിന്റെ സ്ഥാപക പിതാക്കന്മാരായി അവർ മാറി. അപ്പോ ഒരു ചോദ്യം ബാക്കിയുണ്ട്. കുറ്റവാളികൾക്ക് ഒരു നഗരത്തിന്റെ ചരിത്രത്തെ ശരിക്കും നിർവചിക്കാൻ പറ്റുമോ? അവരുടെ സ്വാധീനം ആത്യന്തികമായി ആ നഗരത്തിന് ഗുണമായിരുന്നോ അതോ ദോഷമായിരുന്നോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.